നമസ്കാരം. രാഷ്ട്രീയത്തിൽ നിതാന്ത ശത്രുക്കളോ നിതാന്ത മിത്രങ്ങളോ ഇല്ല. ഇന്നലത്തെ ശത്രു ഇന്നത്തെ മിത്രമായി. ഇന്നത്തെ ആത്മമിത്രം നാളത്തെ നിരന്തര ശത്രുവായിരിക്കും, അല്ലെങ്കിൽ നിതാന്ത ശത്രുവായിരിക്കും. അതാണ് രാഷ്ട്രീയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ വേഷപ്പകർച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ നമ്മൾ കണ്ട പ്രധാന BJP വൈരികൾ ഇന്ന് BJPയുടെ കൊടിയുമേന്തി BJPക്ക് വേണ്ടി ആർത്ത് വിളിച്ചു നടക്കുന്നു. അതിനുവേണ്ടി BJP ഉപയോഗിച്ചത് വിവിധ മാർഗങ്ങൾ. ആരോപിക്കുന്നത് പോലെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അതുപോലെ തന്നെ ശക്തിയുടെയും മാർഗങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഇത് BJP ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ തകർക്കുന്നത്? തങ്ങൾക്ക് എതിരാളികൾ ഇല്ലാതാവേണ്ടത് BJPയുടെ ആവശ്യമാണ്. BJPയുടെ സ്വപ്ന നിയമങ്ങൾ പാസാക്കിയെടുക്കാൻ, BJPയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കളത്തിൽ നിന്ന് ഒഴിയേണ്ടത് BJPയുടെ ആവശ്യമാണ്. പ്രതിപക്ഷ സഖ്യം അമ്പയെ തകർന്നു കഴിഞ്ഞു. കാരണം ഒരുവിധം അംഗബലമുള്ള പാർട്ടികളെല്ലാം BJPയുടെ പിണിയാളുകളായി മാറിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ മാർഗങ്ങളിലൂടെ തന്നെ പ്രലോഭനം മുതൽ സമ്മർദ്ദം വരെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച്, പണത്തിന്റെ പവറും മസിൽ പവറും ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ എല്ലാ വിധത്തിലുള്ള കളികളും BJP ഇവിടെ നടത്തുകയാണ്. 2014 അധികാരം കിട്ടിയത് മുതൽ അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഈ രാഷ്ട്രീയ കളിയിലൂടെ BJP ഭരണം പിടിച്ചുകൊണ്ടിരിക്കുന്നു. 2016 അരുണാചൽ പ്രദേശിലാണ് ആദ്യം BJP ഈ കളി പരീക്ഷിച്ചത്. അതിൽ വിജയിച്ചതോടുകൂടി 2018 കർണാടകയിലും 2020 മധ്യപ്രദേശിലും 2022 മഹാരാഷ്ട്രയിലും ഈ രീതി BJP വിജയിപ്പിച്ചെടുത്തു. സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി BJPയുടെ കയ്യിലായി. ഇന്ന് 85% സംസ്ഥാനങ്ങളും BJPയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളുടെ. BJPയുടെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു. ഇനി BJP നിയമനിർമ്മാണങ്ങളിലേക്ക് കടക്കുകയാണ്. വനിതാ സംവരണ ബില്ലിന്റെയും അതിനോടൊപ്പം അതിന്റെ കൂടെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ച മണ്ഡല പുനർനിർണയ ബില്ലിന്റെയും പരാജയം BJPയെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിച്ചു. BJP അതോടുകൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയായിരുന്നു. മറ്റു പാർട്ടികളെ, ഏകദേശം അംഗബലമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലും BJPയുടെ നിഴൽ വീണു കഴിഞ്ഞു. ഇനി BJPയുടെ ലക്ഷ്യം മണ്ഡല പുനർനിർണയ ബിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി ലോകസഭയിലും രാജ്യസഭയിലും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ തന്ത്രങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞു. ആരൊക്കെയാണ് BJPയെ പിന്താങ്ങുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ സാധാരണ രാഷ്ട്രീയക്കാർ, സാധാരണ ജനം ഞെട്ടിപ്പോകും. BJPയുടെ നിതാന്ത ശത്രുവായിരുന്ന തൃണമൂൽ കോൺഗ്രസിലെ MLA മാരും MP മാരും, പിന്നാലെ DMK പോലും, എന്നും BJPയുടെ എതിർശക്തിയായിരുന്ന DMK പോലും ഇപ്പോൾ BJPയെ പിന്താങ്ങുന്നു. നേരത്തെ പറഞ്ഞ മണ്ഡല പുനർനിർണയ ബില്ലിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയത് തൃണമൂൽ കോൺഗ്രസും DMKയുമാണ്. ആ DMK ഇന്ന് BJPയുടെ കാൽക്കീഴിലായി കഴിഞ്ഞു. TMCയെ പൂർണ്ണമായി രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കഴിഞ്ഞു. സമാജ്വാദി പാർട്ടിയും സ്വയം ഇല്ലാതാകുന്നതിന് ഊഴം കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് BJP അവരെയും പിടികൂടും. ഇനി ആരെയാണ്? വലിയ പാർട്ടികളെല്ലാം BJPയുടെ കാൽക്കീഴിൽ അമർന്നു കഴിഞ്ഞു. ഇനി പ്രാദേശിക പാർട്ടികൾ, അല്ലെങ്കിൽ ചെറിയ പാർട്ടികൾ. ഇത്രയും വലിയ പാർട്ടികൾ BJPയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിവിൽ ചെറിയ പാർട്ടികളും ഏകാംഗ പാർട്ടികളുമൊക്കെ BJPയുടെ നിഴൽ വഴിയെ നീങ്ങിക്കഴിഞ്ഞു. ഇത്രയും കാലം ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെയും ആശയങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും ശവമടക്ക് കഴിഞ്ഞ് പാർട്ടികളെല്ലാം BJPയുടെ പിന്നിൽ അണിനിരക്കുന്നു. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ കാണുന്ന വേറിട്ടൊരു കാഴ്ചയാണ്. ഇതിലെ ശരി തെറ്റുകൾ ആരും ചിന്തിക്കുന്നില്ല. ലക്ഷ്യം മാത്രമാണ് BJPക്ക് പ്രധാനം. അവർ രാജ്യസഭയിലും ലോകസഭയിലും 2/3 ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിക്കുക തന്നെയാണ് BJPയുടെ ഉദ്ദേശം, ലക്ഷ്യവും. അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊക്കെ പിന്നിൽ സാമധാന ഭേദദണ്ഡ വിചാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഭീഷണികൾ ഉണ്ടായിരിക്കാം, മസിൽ പവറുകൾ ഉണ്ടായിരിക്കാം. എന്നാലും ശരി തെറ്റുകൾക്കപ്പുറം തങ്ങളുടെ ലക്ഷ്യം മാത്രം മുൻനിർത്തി BJP മുന്നോട്ട് പോവുകയാണ് മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.